നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സക്കർബർഗ് വൈകാതെ മരണപ്പെടാം, നിർണായക റിപ്പോർട്ട് പുറത്തുവിട്ട മെറ്റ. ടെക് ഭീമൻ മെറ്റയുടെ സിഇഒ മാർക്ക് സക്കർബർഗ് വൈകാതെ മരണപ്പെട്ടേക്കാമെന്ന കമ്പനി തന്നെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത രീതികളോട് മെറ്റ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. സിഇഒ ഏർപ്പെടുന്ന വിനോദങ്ങൾ ഗുരുതരമായ പരിക്കുകൾക്കും അതുപോലെ മരണത്തിനും ഇടയാക്കുന്നവയാണെന്നാണ് മെറ്റ പറയുന്നത്. മിക്സഡ് മാർഷ്യൽ ആർട്സ്, അതികഠിനമായ കായിക ഇനങ്ങൾ, വ്യോമ വിനോദങ്ങൾ എന്നിവ ആപത്തുകൾ വിളിച്ചു വരുത്തുന്നവയാണെന്നും ഇത് മെറ്റയ്ക്കും നിക്ഷേപകർക്കും പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്തെങ്കിലും കാരണത്താൽ സക്കർബർഗ് ലഭ്യമല്ലാതായാൽ അത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും മെറ്റ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ നവംബറിൽ മാർഷ്യൽ ആർട്സ് പരിശീലനത്തിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് സക്കർബർഗ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. അതേസമയം വലിയ റിസ്ക് എന്നാൽ വലിയ പ്രതിഫലം എന്നാണ് കമ്പനിയുടെ ആശങ്കകൾക്ക് സക്കർബർഗ് സമൂഹ മാധ്യമത്തിൽ മറുപടി നൽകിയത്. അതേസമയം സക്കർബർഗ് തന്റെ പുതിയ സംരംഭത്തിന്റെ പേരിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. ടെക്നോളജി വിട്ട് കൃഷിയിലേക്കാണ് ശതകോടീശ്വരൻ കണ്ണുവെച്ചത്. കന്നുകാലി വളർത്തലാണ് സക്കർബർഗിന്റെ പുതിയ ബിസിനസ്. അമേരിക്കയിലെ ഹവായിലുള്ള കോയിൽ കോലാവു എന്ന സ്ഥലത്താണ് സക്കർബർഗ് കന്നുകാലി കൃഷി നടത്തുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബീഫ് ഉത്പാദിപ്പിക്കുക എന്നതാണ് സക്കർബർഗിന്റെ ലക്ഷ്യം. സക്കർബർഗിന്റെ കന്നുകാലി കൃഷി നിരവധി വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു. പല കമ്പനികളിലും സ്റ്റാർട്ടപ്പുകളിലും നിക്ഷേപം നടത്തുന്ന മെറ്റ തലവൻ ഏറ്റവും അവസാനമായി പസഫിക് ദ്വീപായ കവായിലെ കൊയൂലു റാഞ്ചിൽ കന്നുകാലികളെ വളർത്തുന്ന പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മാർക്ക് സക്കർബർഗ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. മികച്ച ഗുണനിലവാരമുള്ള ബീഫ് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് പുതിയ സംരംഭത്തിലൂടെ സക്കർബർഗ് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള ബീഫ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ താൻ ഇപ്പോൾ കന്നുകാലികളെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് സക്കർബർഗ് പറയുന്നു. ഇതിനായി തദ്ദേശീയമായി വിളയിച്ചെടുത്ത വിഭവങ്ങൾ കന്നുകാലികൾക്ക് തീറ്റയായി ഉപയോഗിക്കുമെന്ന് മെറ്റ സ്ഥാപകൻ പറയുന്നു. കന്നുകാലികളുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കാൻ മക്കാഡാമിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കും എന്നും സക്കർബർഗ് പറയുന്നു. ഓരോ പശുവും ഓരോ വർഷവും 5000 മുതൽ 10000 പൗണ്ട് ഭക്ഷണം നൽകുമെന്ന് സക്കർബർഗ് വെളിപ്പെടുത്തിയിരുന്നു. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ത്രെഡ്സ്, ഹൊറൈസൺ, അതുപോലെ മെറ്റാവേഴ്സ് എന്നിവ ഉൾപ്പെടുന്ന മെറ്റയുടെ ത്രൈമാസ ഫലങ്ങളും പുറത്തുവിട്ടിരുന്നു. US ഓഹരി വിപണിയുടെ പ്രതീക്ഷകൾക്ക് മുകളിലാണ് മെറ്റയുടെ വളർച്ച. ഓഹരികൾ ഏകദേശം 20% വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ മെറ്റയുടെ ഉടമസ്ഥനായ മാർക്ക് സക്കർബർഗിന്റെ ആസ്തി $28.1 ബില്യൺ വർദ്ധിച്ചു. സക്കർബർഗിന്റെ ഇപ്പോഴത്തെ ആസ്തി $170.5 ബില്യൺ ആണ്. അതായത് 14 ലക്ഷം കോടി രൂപയോളം വരും. ഇതോടെ ബിൽ ഗേറ്റ്സിനെ പിന്തള്ളി ബ്ലൂംബർഗ് ബില്യണയർ സൂചികയിൽ മാർക്ക് സക്കർബർഗ് 4ാം സ്ഥാനത്തെത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.